കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞത്തെ ആദ്യ ചാർട്ടേഡ് മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ ഉടൻ നങ്കൂരമിടും. വാട്ടർ സല്യൂട്ട് നൽകി കപ്പലിനെ സ്വീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആതിര സരസ്വതും മഹേഷ് ചന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം ആതിരയിലേക്കാണ്. ആതിര നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ഈ കപ്പലിനെ കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും വീണ, നമുക്ക് കപ്പൽ തൊട്ടടുത്തായിട്ട് തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്നാണ് കാണാൻ കഴിയുന്നതാണ് വിശ്വസിക്കുന്നത്. എന്തായാലും കപ്പലിനെ 4 നോട്ടിക്കൽ മൈൽ അകലെ നിന്നും വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചിരിക്കുകയാണ്. പുലിമുട്ടിലൂടെ കടന്ന് കപ്പൽ തുറമുഖത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. സാൻ ഫെർണാണ്ടോ കപ്പലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇത് വിഴിഞ്ഞത്തെത്തുന്ന ആദ്യത്തെ മദർഷിപ്പാണ്. ഡാനിഷ് കമ്പനിയായ മെസ്കിൻ്റെ ചാർട്ടേഡ് മദർഷിപ്പാണിത്. ലോകത്ത് തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ കപ്പൽ കമ്പനിയാണ് മെസ്ക്. 2000 കണ്ടെയ്നറുകളാണ് ഈ കപ്പലിനുള്ളിൽ ഉള്ളത്. ഈ കണ്ടെയ്നറുകൾ ഇവിടേക്ക് മാറ്റുന്ന പ്രക്രിയയാണ് നാളെ നടക്കാൻ പോകുക. അതായത് ആദ്യ ട്രയൽ റൺ നാളെ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുക. കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കപ്പലിലാകെ 22 പേരുണ്ട്. അതിലൊരു 5 മലയാളികളടക്കമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. റഷ്യക്കാരനായ ബോണ്ടോക്കാരെയാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ. എന്തായാലും കപ്പൽ തൊട്ടടുത്തെത്തിയിരിക്കുകയാണ്. സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്. വീണ, എന്തായാലും അവിടെ തന്നെ തുടരണം. കാരണം നമുക്ക് അവിടെ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. മഹേഷ് ചന്ദ്രൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. മഹേഷ്, കേരളത്തിന്റെ സ്വപ്ന പദ്ധതി അത് അങ്ങനെ തന്നെയാണ് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഈ സാൻ ഫെർണാണ്ടോ കപ്പലിനെ. ഈ 110ലേറെ രാജ്യങ്ങളിൽ കാർഗോ സർവീസ് നടത്തുന്ന ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയാണ് ഈ മെസ്കിന്റെ കപ്പൽ. അപ്പോൾ സാൻ ഫെർണാണ്ടോ എന്ന ഈ കപ്പലിന് അത്തരത്തിലൊരു പ്രത്യേകത കൂടെയുണ്ട്. മറ്റെന്തൊക്കെ പ്രത്യേകതകളാണ് ഈ കപ്പലിന് ഉള്ളത് മഹേഷ്? സാൻ ഫെർണാണ്ടോ ഇപ്പോൾ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വലിയൊരു സ്വപ്നത്തിന്റെ സാഫല്യമായിട്ട് തന്നെ നമുക്ക് കാണാം. പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്ത് യാഥാർത്ഥ്യമായി. അവിടേക്ക് വരുന്ന ആദ്യ കപ്പൽ തന്നെ വലിയൊരു ചരക്ക് കപ്പലാണ്. തുടരുക ഇപ്പോൾ മന്ത്രി VN വാസവൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ VN വാസവൻ. നമുക്കറിയാം, കാത്തിരിപ്പിനൊടുവിലാണ് വിഴിഞ്ഞത്തെ ആദ്യ ചാർട്ടേഡ് മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ നങ്കൂരമിടാൻ ഒരുങ്ങുന്നത്. താങ്കൾ എങ്ങനെയാണ് ഈ അഭിമാന നിമിഷത്തെ നോക്കിക്കാണുന്നത്? ലോകമെമ്പാടുമുള്ള മാനവരാശി, വിശേഷ മലയാളികൾ ഏറെ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെയാണ് ഈ ചരിത്ര നിമിഷത്തെ നോക്കിക്കാണാൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇപ്പോ സാൻ ഫെർണാണ്ടോ എന്ന കൂറ്റൻ കപ്പൽ വിഴിഞ്ഞം തീരത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളിപ്പോ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ക്യാപ്റ്റനെ സ്വീകരിക്കും. അതിനുശേഷം നാളെ രാവിലെ ട്രയൽ റൺ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി പങ്കെടുക്കുന്നുണ്ട്, മറ്റു മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്, അതുപോലെ സ്ഥല MP, MLA, മേയർ ഇവരെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ആ ചരിത്ര മുഹൂർത്തം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നാം കാണാൻ പോവുകയാണ്. ഇതോടുകൂടി കേരളത്തിന്റെ സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ, തൊഴിൽ, വിനോദസഞ്ചാര മേഖലകളിലെല്ലാം വൻ പുരോഗതി ഉറപ്പാക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് സംജാതമാകും. ഇതൊരു അഭിമാന നിമിഷമാണ്. നമ്മളെ എല്ലാം സംബന്ധിച്ചോളം ഏറെ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണിത്. ശ്രീ VN വാസവൻ, ഈ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അപ്പോൾ എത്ര നാളത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇത്തരത്തിൽ നമ്മളൊരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നത്? 1ഉം 2ഉം പിണറായി സർക്കാരിന്റെ നിശ്ചയത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും പ്രതീകമാണ്. അതിൽ ആദ്യഘട്ടങ്ങളിൽ പ്രതിസന്ധി കരിങ്കല്ലിനുണ്ടായി, പിന്നീട് ഓഖി ദുരന്തം വന്നു, പിന്നീട് വെള്ളപ്പൊക്കം വന്നു, പിന്നീട് കോവിഡ് വന്നു, പിന്നീട് പ്രക്ഷോഭം വന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള വെല്ലുവിളികളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും മറികടന്നാണ് ഇപ്പോ 2015 ഉണ്ടാക്കിയ എഗ്രിമെന്റ് 2024 എത്തുമ്പോഴേക്ക് ട്രയൽ റണ്ണെത്തി ഏതാണ്ട് ഈ വർഷാവസാനം നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്യാൻ പോകുന്നത്. അതിനിടയ്ക്കുണ്ടായ കാലതാമസം ഞാൻ ഈ സൂചിപ്പിച്ച പ്രശ്നങ്ങളാണ്. പ്രകൃതി ദുരന്തങ്ങളും അതോടൊപ്പം മഹാമാരിയും ഒപ്പം പ്രക്ഷോഭ സമരങ്ങളും എല്ലാം നമ്മളെ വേട്ടയാടി. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് തികഞ്ഞ സമചിത്തതയോടെയും സഹിഷ്ണുതയോടെയും സംയമനത്തോടെയും സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ലക്ഷ്യത്തിലെത്തിച്ചേർന്നത്. യഥാർത്ഥത്തിൽ പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്ന് മാത്രമാണ് ഈ തുറമുഖം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ ഇടവന്നിട്ടുള്ളത്.
ശ്രീ വി എൻ വാസവൻ, ഈ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് വിഴിഞ്ഞം തുറമുഖത്തിന്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യ മദർഷിപ്പാണ് ഈ സാൻ ഫെർണാണ്ടോ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചിന്ത അല്ലെങ്കിൽ അതിലേക്ക് എത്തിയത് എങ്ങനെയാണ് ഈ സർക്കാർ? അതിനുവേണ്ടി ഈ സർക്കാർ വലിയ രൂപത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ പ്രകൃതിദത്തമായ അനുഗ്രഹീതമായ ഘടകങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിനുണ്ട്. നമുക്ക് 20-24 മീറ്ററോളം ആഴമുള്ള പ്രദേശമാണ് വിഴിഞ്ഞം തീരം. ഇത് ലോകത്തെ മറ്റൊരു തുറമുഖത്തിനും ഇല്ലാത്ത പശ്ചാത്തല സൗന്ദര്യവുമാണ്. അത് നന്നായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ കരാർ അനുസരിച്ച് ഈ രൂപത്തിലേക്ക് എത്താൻ വിവിധ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിനെല്ലാം അതിജീവിക്കാൻ നല്ല സമയത്തോടെ ഗവൺമെന്റ് ഇടപെട്ടതിന്റെ ഫലമായി അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഇപ്പൊ ഇത് യാഥാർത്ഥ്യമാക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. 3000 മീറ്റർ പുലിമുട്ട് തീർന്നിരിക്കുന്നു, 200 മീറ്റർ കണ്ടെയ്നർ ബെർത്ത് തീർന്നിരിക്കുന്നു, 31 ക്രെയിനുകൾ എത്തിച്ചേർന്നിരിക്കുന്നു, യാർഡുകൾ പൂർണ്ണമായിരിക്കുന്നു, മറ്റേ 220 kV അതുപോലെ തന്നെ 33 kV സബ്സ്റ്റേഷനുകളെല്ലാം വന്നിരിക്കുന്നു, സെക്യൂരിറ്റി ഗാർഡ് ഓഫീസുകളെല്ലാം പൂർണ്ണമായി, ചുറ്റുമതിൽ പൂർണ്ണമായി. ഇങ്ങനെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ടാണ് ഒന്നാം ഘട്ടം ഇപ്പൊ പൂർത്തീകരിച്ച് ഈ വർഷാവസാനം എത്തുമ്പോഴേക്ക് കമ്മീഷൻ ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ട്രയൽ റണ്ണാണ് നടക്കുക. ശ്രീ വി എൻ വാസവൻ, ഈ വിഴിഞ്ഞത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങൾ അത് എന്നു മുതലായിരിക്കും ആരംഭിക്കുക? ഇപ്പോൾ ഈ ട്രയൽ റണ്ണിന്റെ ഘട്ടത്തിൽ തന്നെ ചില പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇവിടെ ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് ഈ തുറമുഖം. അതാണ് ഇതിന്റെ സവിശേഷത. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലെ തന്നെ വിവിധ തുറമുഖങ്ങളിലേക്കും ചരക്ക് കൊണ്ടുപോകാൻ ചെറിയ ഷിപ്പുകൾക്ക് ഇവിടുന്ന് അവസരം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് ആദ്യം ട്രയൽ റണ്ണിൽ നടക്കുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യയിലെ നാനാ തുറമുഖങ്ങളിലേക്ക് പ്രത്യേകിച്ച് മുംബൈ, കൽക്കട്ട, ഗുജറാത്തൻ തീരങ്ങൾ എല്ലാം പോകാനുള്ള സൗകര്യങ്ങൾ ഷിപ്പുകളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു. ട്രയൽ റണ്ണിൽ ആദ്യം ഏതാണ്ട് 9000 കണ്ടെയ്നർ കൊണ്ടുവരാൻ കഴിയുന്ന സാൻ ഫെർണാണ്ടോ എന്ന കപ്പലാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ 1900 കണ്ടെയ്നർ ഇന്ന് ഇറക്കി വെക്കും. അതിനുശേഷം പിന്നീട് വിവിധ തുറമുഖങ്ങളിലേക്ക് പോകും. പിന്നീട് ഏതാണ്ട് 400 മീറ്റർ നീളമുള്ള ലോകത്തെ ഏറ്റവും വലിയ കപ്പലുകളിലൊന്ന് ഈ ട്രയൽ റണ്ണിന്റെ കാലഘട്ടത്തിൽ ഇവിടെ വരാൻ പോകുന്നുണ്ട്. 2 മാസങ്ങളിൽ ട്രയൽ റൺ നീണ്ടു നിൽക്കും. അതിനുശേഷമായിരിക്കും കമ്മീഷനിലേക്ക് നടക്കുക. നന്ദി ശ്രീ വി എൻ വാസവൻ, ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രതികരണം നൽകിയതിന്. നമുക്ക് വീണ്ടും ഇതിലേക്ക് തന്നെ കടക്കാം. ആതിര സരസ്വത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അവിടെ നിന്ന്. ആതിര, നങ്കൂരമിടുന്ന സ്വപ്നങ്ങൾ, അതിനെ അങ്ങനെ തന്നെയല്ലേ പറയേണ്ടത്? തീർച്ചയായിട്ടും വീണ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം കേരളത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാര പദ്ധതിയായിരുന്നു. ഈ നിമിഷത്തിൽ നമുക്ക് വിഴിഞ്ഞത്തിന്റെ ഒരു ചരിത്രത്തിലേക്കും കടക്കേണ്ടതുണ്ട്. ഇതൊരു 1-2 പതിറ്റാണ്ടുകളുടെ സ്വപ്നമൊന്നുമല്ല, നൂറ്റാണ്ടുകളുടെ തന്നെ ചരിത്രം ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയി രാജവംശത്തിന്റെ തലസ്ഥാനവും സൈനിക താവളവുമായിരുന്നു ഈ വിഴിഞ്ഞം. AD 7-ാം നൂറ്റാണ്ട് മുതൽ വിഴിഞ്ഞത്ത് ചരക്ക് നീക്കം നടന്നതിനും കൃത്യമായ ചരിത്രമുണ്ട്. പിന്നെ ഈസ്റ്റ് ഇന്ത്യ എന്തായാലും ഈ വാർത്തയിൽ അല്ലെങ്കിൽ ഈ അഭിമാന നിമിഷത്തിൽ നമുക്കൊപ്പം തന്നെ തുടരണം. ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ആതിര സരസ്വതും, ഒപ്പം മഹേഷ് ചന്ദ്രനും നമ്മളോടൊപ്പം പ്രതികരണം നൽകുകയായിരുന്നു മന്ത്രി വി എൻ വാസവനും.